ഒരിക്കൽ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ പേരിൽ എത്ര ലാഘവത്തോടെയാണ് നാം പിന്നീട് നമ്മുടെ പ്രണയങ്ങളെ വെറുപ്പിൽ മുക്കി കൊല്ലാറുള്ളത്. എത്ര ചുരുങ്ങിയ നാളുകളിലേക്കായിരുന്നുവെങ്കിലും അതൊരു സത്യമായിരുന്നു എന്ന് അംഗീകരിക്കുവാൻ നമുക്കൊരു തരം മടിയാണ്. തന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ച് എഴുത്തുകാരനും ലളിതാംബിക അന്തർജനത്തിന്റെ മകനുമായ എൻ മോഹനൻ എഴുതിയ ആത്മകഥാംശമുള്ള നോവലാണ് ഒരിക്കൽ. അകലെയേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ വരികളിലൂടെ പ്രണയികളായി തീർന്നവർ. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ജീവിതം മുന്നോട്ടു പോയപ്പോൾ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വാർദ്ധക്യകാലത്ത് ഒരു ആശുപത്രി കിടക്കയിൽ വെച്ച് അവളെ വീണ്ടും കാണുകയാണ്. ഒന്ന് പോയി ചെന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. താൻ വരുന്നതുവരെ അവൾക്ക് കൂട്ടിരിക്കാമോ എന്ന് ചോദിക്കുന്നത് അവളുടെ ഭർത്താവാണ്. നോക്കൂ, എത്ര ബഹുമാനത്തോടെയാണ് തന്റെ ഭർത്താവിന്റെ പൂർവ്വ കാമുകിയോട് അദ്ദേഹത്തിന്റെ ഭാര്യയും തന്റെ ഭാര്യയുടെ പൂർവ്വ കാമുകനോട് അവളുടെ ഭർത്താവും പെരുമാറുന്നതെന്ന് നോക്കൂ. പ്രണയപ്പക പെട്രോളായും ആസിഡായും പൊള്ളി അമരുന്ന വർത്തമാന കാലത്ത് എൻ മോഹനൻ നമ്മെ വിട്ടുപിരിഞ്ഞ് 25 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ ഈ നോവൽ ഇത്രയധികം ശ്രദ്ധ ആകർഷിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ടുകൂടിയാണ്. ജീവിതം അങ്ങനെയാണ്. തിരിച്ചുപിടിക്കാനോ സ്വന്തമാക്കാനോ വേണ്ടിയല്ലാതെ നാം സ്നേഹിക്കുമ്പോൾ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ മഴവില്ല് നിറയുന്നത് കാണാം. അപ്പോൾ അരികിലേക്കാൾ അരികിലായി അത്ഭുതങ്ങൾ വർത്തിക്കുന്നത് കാണാം.